2019 പാർലമെന്റ് ഇലക്ഷൻ നടന്ന സമയത്ത് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തെ പാർലമെന്റ് സീറ്റുകളായിട്ടുള്ള 10 സീറ്റിലും BJP വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ച് മുന്നോട്ട് വന്നത്. പക്ഷേ കർഷക സമരവും വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും എല്ലാം വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ 2024 നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ 10ൽ 5 സീറ്റുകൾ BJPയും 5 സീറ്റ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസുമാണ് നേടിയത്. അപ്പോൾ ഒരു പപ്പാതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഈ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ അതിൻ്റെ റിസൾട്ടിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ഈ ഒരു നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഹരിയാനയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഹരിയാനയിൽ ഒരു കാര്യം വലിയ രീതിയിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കണം. അത് പ്രധാനമായിട്ട് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചുവരവും അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം തന്നെയാണ് ഹരിയാന. BJP കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ഭരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ മാറ്റത്തിന് വലിയ ഒരു കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വലിയ സാധ്യതയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഖ്യം തന്നെയാണ്. ഈ ഹരിയാനയിൽ വലിയ ഒരു മേൽക്കൈ കോൺഗ്രസ് നേടും, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നത്. പക്ഷേ ഹരിയാനയിൽ സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ ആം ആദ്മിയും കോൺഗ്രസും ഇപ്പോൾ വ്യത്യസ്തമായിട്ട് മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളിലെത്തി. 70 സീറ്റുകളിലും ആം ആദ്മി ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ്. കോൺഗ്രസും അവരുടേതായിട്ടുള്ള സീറ്റ് തല ചർച്ചകൾ നടത്തി ഒരു പരിധിവരെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഹരിയാന രാഷ്ട്രീയത്തിൽ വ്യക്തമായിരിക്കുകയാണ്. അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂല സാഹചര്യങ്ങൾക്ക് കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും ഇന്ത്യ സഖ്യത്തിനോ കോൺഗ്രസിനോ അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ ഇപ്പോൾ കൃത്യമായിട്ട് സാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഹരിയാനയിൽ ഉണ്ടാക്കുമെന്നുള്ള ഒരു കാര്യമായിരുന്നു നിരന്തരമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ കാര്യകാരണങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇതെല്ലാം ഒരു നുണക്കഥയാണെന്നും അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അവിടുത്തെ കർഷകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ അത് ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തത് BJP സർക്കാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രചരണ രംഗത്ത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന BJPയുടെ പ്രവർത്തകർ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ വലിയ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമായിട്ട് BJPയുടെ നേതൃത്വം കാണുന്നു. കൂട്ടത്തിൽ ഇപ്പോൾ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്. ഉത്തരേന്ത്യയിൽ തന്നെ ഹരിയാനയിൽ വലിയ രീതിയിൽ തന്നെ പുതിയ ഒരുപാട് സൈനികരും അതോടൊപ്പം തന്നെ നിരവധി കർഷകരും BJPയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ സിഖ് മതവിശ്വാസികൾക്ക് നിർണായകമായിട്ടുള്ള വോട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഹരിയാന. പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടും നിരവധി സിഖുകാരായിട്ടുള്ള കർഷകരും അതോടൊപ്പം തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരും ഈ സിഖ് വിഭാഗത്തിൽ നിന്ന് ഹരിയാനയിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സിഖുകാരുടെ വോട്ട് ഇത്തവണ BJPക്ക് പൂർണ്ണമായിട്ടും വീഴാനുള്ള എല്ലാവിധ സാഹചര്യവും നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ നിന്നുകൊണ്ടും ഇന്ത്യക്ക് വിട്ട് മറ്റൊരു പുറത്തുള്ള ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഇവിടുത്തെ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് അധികാരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് ഒരിക്കലും ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരന് ചേരാത്ത രീതിയിലുള്ള ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം പുറത്തേക്ക് വന്നു. അത് അമേരിക്കയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ സ്റ്റുഡൻസുകളുമായിട്ട്
അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കമുള്ള ലോകത്തിലെ പല വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു സർവകലാശാലയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഇന്ത്യയിൽ സിഖുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് തലപ്പാവ് കെട്ടാനോ കയ്യിൽ വളധരിക്കാനോ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ചെറിയ കത്തി കയ്യിൽ സൂക്ഷിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് നിരന്തരമായിട്ടുള്ള ഒരു വേട്ടയാടൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേട്ടയാടുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണോ കേന്ദ്ര സർക്കാരാണോ എന്നുള്ള ഒരു ചോദ്യം മുന്നോട്ട് വെക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴും ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് കള്ളപ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള തീവ്രവാദികൾക്കൊപ്പവും അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് നിന്നുകൊണ്ടെല്ലാം നിരന്തരമായിട്ട് ഇവിടുത്തെ സർക്കാരിനെയും ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയെയും ഭീഷണിപ്പെടുത്താനും ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനും വേണ്ടി മാത്രമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിമർശകർ കളിയാക്കിക്കൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കുന്ന പപ്പു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാണ് എന്ന് നിരന്തരമായിട്ട് പറയുകയും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് മറ്റ് രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു കള്ള രാഷ്ട്രീയക്കാരനായിട്ട് ഈ വ്യക്തിയെ നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇയാൾ എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും അതിനെ പ്രതിരോധിക്കാനുള്ള ജനാധിപത്യ സംവിധാനം നമ്മുടെ രാഷ്ട്രത്തിലുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ കൃത്യമായിട്ട് ഹരിയാനയിലെ സിഖ് മതവിശ്വാസികൾ അടക്കം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്കെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ വോട്ട് കൊണ്ടായിരിക്കും ഞങ്ങളുടെ പ്രതിഷേധം എന്നുള്ള രീതിയിലേക്ക് ഹരിയാനയിലെ സിഖുകാരായിട്ടുള്ള സാധാരണ ജനങ്ങൾ അവിടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ തന്നെ ഒരു പ്രത്യാഘാതം നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനവും കോൺഗ്രസും അവിടെ തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഒരു തരത്തിലും സഹകരിക്കാതെ മാറി നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഏകാധിപത്യം അതവർ അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും ഒരു സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിട്ടും ഇപ്പോഴും അഹങ്കാരത്തിൻ്റെ ഒരു കൊടുമുടിയിലാണ് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോട് ഒരു രീതിയിലുമുള്ള ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു രീതിയിലും ഒരു ഉത്തരവാദിത്വവും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടും. അത് സാധാരണ കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഈ രാജ്യത്തുള്ള നിഷ്പക്ഷരായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ജനവിഭാഗങ്ങൾക്കും ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ പരാജയങ്ങൾ രാഹുൽ ഗാന്ധിയും പാർട്ടിയും ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളതിൽ ഒരു രീതിയിലുമുള്ള സംശയമില്ല. BJPക്ക് ഹരിയാനയിൽ 3ാമതും അധികാരം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ വലിയ ഒരു വിജയത്തിലേക്ക് BJPയെ കൊണ്ടെത്തിക്കാൻ പല സംസ്ഥാനങ്ങളിൽ നിന്നും കാര്യകർത്താക്കൾ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഒറ്റക്കല്ല BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും വലിയ മാറ്റങ്ങളാണ് ഹരിയാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP ഒരു ചരിത്രപരമായിട്ടുള്ള വിജയത്തിലേക്ക് 3ാം വട്ടവും വരാനുള്ള എല്ലാ